ഡൽഹിയിലേക്കാണ്. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബൽറാം, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ വാർത്തകളാണ് ഇന്ന് രാജ്യ തലസ്ഥാനം കേന്ദ്രീകരിച്ച് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? റിജിത്ത്, നിരവധി വാർത്തകൾ ഇന്ന് രാജ്യ തലസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനം എന്നുള്ളത് ഡൽഹിയിൽ ഉണ്ടായ ചാവേർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിലിപ്പോൾ 7 പേരെ NIA അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കേസിൽ. ഇതിൽ ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായ വൈറ്റ് കോളർ ഭീകര സംഘത്തിൽ ഉൾപ്പെട്ടവരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും നിർണായക വിവരങ്ങളാണ് NIAക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ ഈ ഭീകര സംഘം ഇന്ത്യയിൽ ആക്രമണ പദ്ധതികൾ ഇട്ടതിൻ്റെ ഇതടക്കമുള്ള വിശദാംശങ്ങൾ NIAക്ക് ലഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ജമ്മു കശ്മീർ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്താനായിരുന്നു ഈ വൈറ്റ് കോളർ സംഘത്തിന്റെ പദ്ധതി എന്നും അതിനായാണ് ഈ സ്ഫോടക വസ്തുക്കൾ വലിയ തോതിൽ ശേഖരിച്ചത് എന്നുമാണ് ലഭ്യമായിരിക്കുന്ന വിവരം. ഈ സ്ഫോടക വസ്തുക്കൾ ജമ്മു കശ്മീരിലേക്ക് കടത്താനായിരുന്നു ഈ ഭീകരരുടെ പദ്ധതി. ബുർഹാൻ വാനിയുടെ വധത്തിന് പ്രതികാരമായി ജമ്മു കശ്മീരിൽ ഒരു വലിയ ആക്രമണ പദ്ധതി ഈ സംഘം തയ്യാറാക്കിയിരുന്നു എന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള പശ്ചാത്തലത്തിൽ പരിശോധനകൾ ശക്തമാക്കിയതോടെ ആ പദ്ധതി ഉപേക്ഷിച്ച് ഡൽഹിയിൽ ആക്രമണം നടത്താൻ വിദേശത്തു നിന്നുള്ള ഭീകരരുടെ നിർദ്ദേശമനുസരിച്ച് വീണ്ടും ഗൂഢപദ്ധതി തയ്യാറാക്കുകയായിരുന്നു എന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം. വിശദമായി തന്നെ ഈ സംഘത്തെ ചോദ്യം ചെയ്യുന്നതോടൊപ്പം രാജ്യവ്യാപകമായി മറ്റ് സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള വൈറ്റ് കോളർ സംഘങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി തേടുകയാണ് NIA. ഇതോടൊപ്പം തന്നെയാണ് ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണം അത് കഴിഞ്ഞ ദിവസങ്ങളിൽ അതീവ രൂക്ഷമായി തുടരുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ചാരമേഘങ്ങൾ ഉൾപ്പെടെ ഡൽഹിയുടെ ആകാശത്ത് എത്തിയത് അത് വർദ്ധിപ്പിക്കുമെന്ന ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 ദിവസമായി ഈ മലിനീകരണത്തിൽ നേരിയ ആശ്വാസം ഉണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നേരത്തെ കടുപ്പിച്ചിരുന്ന നിയന്ത്രണങ്ങളിൽ നേരിയ ഇളവുകൾ GRIP 3 മാനദണ്ഡങ്ങൾ നടപ്പാക്കിയിരിക്കുകയാണ്. നേരത്തെ GRIP 3 നിലനിൽക്കുമ്പോൾ തന്നെ GRIP 4 മാനദണ്ഡങ്ങൾ കർശനമായി നടപ്പാക്കാനുള്ള തീരുമാനമെടുത്തിരുന്നു. അതിൽ നിന്നും മാറ്റം വരുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ അവലോകന യോഗത്തിന് ശേഷം. എന്തായാലും സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ശരി, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.